നീ എന്തിനാ മോനെ ഇങ്ങനെ കരയുന്നത്? എത്ര നേരമായി മോൻ കരയുന്ന? കരച്ചിൽ നിർത്താൻ കഴിയാത്ത കുട്ടിയോടായി അമ്മ പറഞ്ഞു. മോനെ, ഇന്ന് അമ്മ മോനെ പാർക്കിൽ കൊണ്ടുപോകാം കേട്ടോ. ഇത് കേട്ടതും കുട്ടി കരച്ചിൽ നിർത്തി. അന്ന് വൈകുന്നേരം 1 കിലോമീറ്റർ അകലെയുള്ള പാർക്കിലേക്ക് അവനെ ഒക്കത്തും വെച്ചുകൊണ്ട് അമ്മ നടന്നു. പാർക്കിലെത്തി ധാരാളം സമയം അവിടെ കളിച്ചു. മറ്റുള്ള കുട്ടികളും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. കുട്ടി വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. പിറ്റേ ദിവസം ആ സമയമായപ്പോൾ കുട്ടി പാർക്കിൽ പോകണമെന്ന വാശിയിൽ കരയാൻ തുടങ്ങി. അന്നും അമ്മ കൊണ്ടുപോയി. അമ്മയ്ക്കും അവിടെ മറ്റുള്ള കുട്ടികളുടെ അമ്മമാർ സുഹൃത്തുക്കളായി കിട്ടി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. എന്നും പാർക്കിൽ പോകുന്ന ഒരു ശീലമായി മാറി. ഒരു ദിവസം കൂട്ടുകാർ കളിച്ചു പോയതിനു ശേഷം അപ്രതീക്ഷിതമായി ഒരു മംഗൂസ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്നു. അമ്മ കുറച്ചകലെ നിന്നും ഇത് കാണുന്നുണ്ടായിരുന്നു. അത് കുട്ടിയെ ഉപദ്രവിക്കുമോ എന്ന ഭയത്തിൽ നോക്കി നിൽക്കവേ ആ മംഗൂസ് കുട്ടിയുടെ അടുത്തേക്ക് വളരെ സ്നേഹത്തോടെ ചെല്ലുന്നത് കണ്ടു. ഒപ്പം ഉപദ്രവമേൽക്കാത്ത രീതിയിൽ കളിക്കുന്നു. ഇത് കണ്ടപ്പോൾ അമ്മയുടെ ഭയം മാറി. അല്പനേരം കഴിഞ്ഞ് അവർ തങ്ങളുടെ വീട്ടിലേക്ക് തിരിക്കാറായപ്പോൾ മംഗൂസ് ഓടി മറഞ്ഞു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞാൽ ഈ മംഗൂസ് ഇവരുടെ പക്കൽ വരിക പതിവായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായി മാറി. അമ്മയും എതിർത്തില്ല. ഒരു ദിവസം അവർ പാർക്കിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ മംഗൂസ് അവരുടെ പിന്നാലെ അനുഗമിച്ചു. വീട്ടിലെത്തിയ ശേഷം ആ സ്ത്രീ അതിന് ഭക്ഷണം കൊടുത്തു. പിന്നീട് കുട്ടിയുമൊത്ത് അകത്തും മുറ്റത്തുമൊക്കെ കളിക്കുക പതിവായിരുന്നു. അങ്ങനെ ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായി. തന്റെ ബേബിയെ പരിരക്ഷിക്കുന്നത് പോലെ തന്നെ മംഗൂസിനെയും ആ സ്ത്രീ പരിരക്ഷിച്ചു. അങ്ങനെയിരിക്കും ഒരു ദിവസം തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ബേബിയെ മംഗൂസിനെ ഏൽപ്പിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു, നോക്ക്, ഞാൻ ചന്തയിൽ പോകുകയാണ്. തിരിച്ചു വരുന്നവരെ ബേബിയെ നോക്കണം, അതിനെ ഉണർത്തരുത്. മംഗൂസ് തലയാട്ടിക്കൊണ്ട് സമ്മതം മൂളി തൊട്ടിലിനരിയിൽ പോയിരുന്നു. ആ സ്ത്രീ ചന്തയിൽ നിന്നും പച്ചക്കറിയും മറ്റു സാധനങ്ങളുമായി തിരിച്ചെത്തിയ അവർ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ചു നിന്നു. തന്റെ വാവ അനക്കമില്ലാതെ കിടക്കുന്നു. താഴെ ചോര തളം കെട്ടി കിടക്കുന്നു. മംഗൂസിനെ കാണാനില്ല. കുട്ടിയെ കണ്ട മാത്രയിൽ തന്റെ ബേബി കൊല്ലപ്പെട്ടു എന്ന് കരുതി രക്തപ്പാടുകൾ നീണ്ടു കിടക്കുന്ന ദിക്കിലേക്ക് ചെന്നപ്പോൾ വീടിന്റെ ഒരു മൂലയിൽ രക്തപുരണ്ട വായയും ശരീരവുമായി കിതച്ചു കിടക്കുന്ന മംഗൂസിനെ കണ്ടു. ഇത് കണ്ട സ്ത്രീ സഹിക്കവയ്യാതെ ചന്തയിൽ നിന്നും താൻ കൊണ്ടുവന്ന കത്തിയുമായി അലറിക്കൊണ്ട് പറഞ്ഞു, എടാ ദുഷ്ട, നീ എന്റെ മോനെ കടിച്ചു കൊന്നു അല്ലേ? നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ. ആ സ്ത്രീ കയ്യിലുണ്ടായിരുന്ന ആ കത്തി കൊണ്ട് മംഗൂസിനെ കുത്തിക്കൊന്നു. അതിനുശേഷം തന്റെ എല്ലാമായിരുന്ന ബേബി മരിച്ച സങ്കടത്തിലും ഒപ്പം പ്രിയപ്പെട്ട മംഗൂസ് ചത്ത സങ്കടത്തിലും ഒരു മൂലയിൽ ദുഃഖിതയായിരുന്നു. അപ്പോൾ അത് കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നു. അവൾ ഓടി തൊട്ടിലിനരികിലെത്തി. അവിടെ കണ്ട കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തുന്നതും ഒപ്പം നിരാശപ്പെടുത്തുന്നതുമായിരുന്നു. ഒരു വലിയ പാമ്പ് തൊട്ടിലിനപ്പുറത്ത് രക്തത്തിൽ മുങ്ങിക്കിടക്കുന്നു. കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു, കുട്ടിയുടെ അടുത്തേക്ക് പാമ്പ് വന്നപ്പോൾ അതിനെ രക്ഷിക്കാനായി മംഗൂസ് ഫൈറ്റ് ചെയ്ത് കൊന്നതായിരുന്നു ആ പാമ്പ്. അതിനാലുള്ള തളർച്ചയിൽ ഒരു മൂലയിൽ പോയി കിടന്നതായിരുന്നു ആ പാവം സ്നേഹനിധിയായ മംഗൂസ്. തനിക്ക് സംഭവിച്ച ഈ പാപകരമായ അമളി ഓർത്ത് ആ സ്ത്രീ തളർന്നുപോയി. ഗുണപാഠം: പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യരുത്. അത് ഒരിക്കലും തിരുത്താനാവാത്ത വലിയ പാപത്തിലേക്ക് നയിച്ചേക്കാം.